ഫ്രഷേഴ്സിന് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നു, പക്ഷേ ജോബ് കിട്ടാണ്ട് എങ്ങനെ എക്സ്പീരിയൻസിലേക്ക് എത്താൻ പറ്റുന്നതാണ് പലരുടെയും ഡൗട്ട്. അവിടെയാണ് ഫിൻപ്രൂവ് പോലെയുള്ള ഒരു കരിയർ ആക്സലറേറ്ററിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എനിക്ക് ചെന്നിട്ട് നന്നായിട്ട് ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് സംസാരിക്കാനോ പ്രസൻറ്റ് ചെയ്യാനോ അറിഞ്ഞു കോൺഫിഡൻസ് ഇല്ല. പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ പഠിപ്പിച്ച് അവരെ എംപ്ലോയബിൾ ആക്കുക എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ടാക്കുന്ന പോലെ അത്ര എളുപ്പമാണോ എനിക്കറിയില്ല. അപ്പോൾ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫീല് ഇത് പലരും ഒന്ന് പറയാറുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേൾക്കുമ്പോഴത്തേക്കും. ഈ 2 വർഷത്തെ ലേണിംഗ് ആണ് നമ്മൾ ചുരുക്കി ഒരു 6 മാസം അല്ലെങ്കിൽ ഇത്ര മാസത്തിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഏറ്റവും അവസാനം വന്നിട്ട് ഞാനൊരു 5 ദിവസത്തെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇൻ്റർവ്യൂവിന് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. അവർ നോക്കുന്നത് എനിക്ക് വേണ്ട, എൻ്റെ ഓർഗനൈസേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനുള്ള സ്കിൽസ് നിങ്ങൾക്കുണ്ട്, പണി അറിയുമോ എന്ന് അറിഞ്ഞാൽ മതി. അതാണ്. ഫിനാൻസ് ഇന്ന് വളരെയധികം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കില്ലിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ടെക്നോളജി വളരെയധികം അപ്ഡേറ്റഡ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചേ മതിയാവൂ. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ തന്നെ സംസാരിക്കണ്ടേ? നമുക്ക് വെൽക്കം ചെയ്യാം CA ആനന്ദ് കുമാർ സാർ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, ഫിൻപ്രോ ലേണിങ്ങിൻ്റെ വിഷണറി ഫൗണ്ടറാണ്, CEO ആണ്. വെൽക്കം സർ. താങ്ക് യു സാർ. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടായിരിക്കും ഒരു ഫിനാൻസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. സാറിൻ്റെ ഒരു കരിയർ അങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ദെൻ അത്രയും നല്ലൊരു ഫീൽഡിൽ നിൽക്കുമ്പോൾ പിന്നീട് ഒരു ഓൺട്രപ്രണർഷിപ്പ് ഏരിയയിലേക്ക്, അതും ഒരു എട്ടെക് കമ്പനി ആയിട്ടുള്ള ഫിൻപ്രോ പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക റീസൺസ് ഉണ്ടോ? അത് ഞാൻ ഇതിനു മുമ്പ് ഒരു CA പ്രാക്ടീസിലിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ക്ലയൻസ് വന്നിട്ട് എനിക്ക് നല്ലൊരു അക്കൗണ്ടൻറ്റിനെ വേണം, നല്ലൊരു ജൂനിയർ അക്കൗണ്ടൻറ്റിനെ വേണം എന്ന് പറയും. നമ്മൾ പല കോളേജുകളിൽ പോയിട്ട് കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു ബേസിക് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് ഈ കമ്പനികളിലേക്ക് വിടും. പക്ഷേ ഒരു 90-95% ടൈമും ഈ കമ്പനികൾ, ഈ ഓണേഴ്സ് തിരിച്ചു വന്ന് നമ്മളോട് പറയും, ഈ കുട്ടികൾ കുറേ തിയറിയൊക്കെ അറിയാം, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് പറ്റുന്നില്ല. പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ GST കാൽക്കുലേറ്റ് ചെയ്യാനോ TDS കാൽക്കുലേറ്റ് ചെയ്യാനോ TDSൻ്റെ റിട്ടേൺസ് ഫയൽ ചെയ്യാനോ ഒന്നും ഈ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. ഇവർക്കൊരു അക്കാദമിക് നോളജ് മാത്രമായിരിക്കും. കറക്റ്റ്, അതാണ്. ഇവർക്ക് ഈ അക്കാഡമിക് നോളജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം പലരും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇതിലൊരു മാർക്കറ്റിലൊരു നീഡുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ CA ഫേമിൻ്റെ ഒരു സൈഡിൽ ഞങ്ങളൊരു 14 കുട്ടികളെ വെച്ചിട്ടാണ് 2019 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുത്തത് ഇവരെ എങ്ങനെ പ്രാക്ടിക്കലി പഠിപ്പിക്കാം. Day 1 മുതൽ ഈ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് ഇവർ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, ഈ ഓണേഴ്സ് അല്ലെങ്കിൽ ഈ ഓൺട്രപ്രണേഴ്സിന് എങ്ങനെ ഹാപ്പി ആവാം Day 1 മുതൽ. അങ്ങനെ ഒരു കരിക്കുലം ഡിവൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഫിൻപ്രൂവ്. വളരെ നല്ലൊരു കാര്യമാണ് സാർ. ഇപ്പോൾ ഈ ഫിൻപ്രോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാറിന് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്തൊക്കെയാണ്? ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നാറുണ്ടോ? ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇൻഡസ്ട്രിയുടെ കൂടെ വളരെ ക്ലോസ്ലി അലൈൻഡ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക്, ഒരു കമ്പനിക്ക്, ഒരു MNCക്ക് എന്താണോ വേണ്ടത്, അവരുടെ ജോബ് റിക്വയർമെൻറ്റ് എന്താണ്, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഇത് നോക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ബാക്ക് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു കുട്ടിക്ക് എന്താ വേണ്ടതെന്നല്ല നമ്മൾ നോക്കുന്നത്, കമ്പനിക്ക് എന്താ വേണ്ടത്. 6 മാസം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് അല്ല 1 വർഷം കഴിഞ്ഞ് കുട്ടിയെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഈ കമ്പനിക്ക് എന്താണോ വേണ്ടത് അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അത് അനുസരിച്ചാണ് നമ്മൾ ഈ കരിക്കുലം ഡെവലപ്പ് ചെയ്തതും ഡിസൈൻ ചെയ്തതും. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഉള്ള കേസ് സ്റ്റഡീസ്, അതായത് കേസ് സ്റ്റഡീസ് എന്നൊക്കെ നമ്മൾ പറയുന്നതില്ല, പക്ഷേ ഇതെല്ലാം റിയൽ അക്കൗണ്ട്സ് ആണ്. ഈ റിയൽ അക്കൗണ്ട്സിലാണ് ഈ കുട്ടി Day 1 മുതൽ ഫിൻപ്രൂവിൽ വരുമ്പോഴത്തേക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ട്രേഡിങ്ങിൻ്റെ കേസ് സ്റ്റഡീസ് ഉണ്ട്, മാനുഫാക്ചറിങ്ങിൻ്റെ ഉണ്ട്. കോൺഫിഡൻ്റ് ആയിട്ട് ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ജോബിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇന്ന് മാർക്കറ്റിൽ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാം ട്രെയിനിങ്ങിൻ്റെ ഒക്കെ. ഇപ്പോൾ GST ഫയലിംഗ് പഠിപ്പിക്കാം, ഇത്ര ദിവസത്തിനുള്ളിൽ ജോലി നൽകാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആഡുകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഫിൻപ്രോ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്ന് സാറിന് പറയാമോ? ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ എടുക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ? പക്ഷേ ഒരു കുട്ടിയെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഇവർ പല രീതിയിലായിരിക്കും ഇവർക്ക് പഠിക്കാൻ താല്പര്യം. ഇവർ കുറേ പഠിച്ചിട്ടുണ്ടാവും, കുറേ പഠിച്ചിട്ടുണ്ടാവത്തില്ല. ചിലർ കോളേജിൽ പോയി കാര്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കാണും, ചിലർ കോളേജിൽ വെറുതെ പോയവർ കാണും. ഇങ്ങനെയൊക്കെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ പഠിപ്പിച്ച് അവരെ എംപ്ലോയബിൾ ആക്കുക എന്ന് പറയുന്നത്
ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഉണ്ടാക്കുന്ന പോലെ അത്ര എളുപ്പമാണോ എനിക്കറിയത്തില്ല. ഒരിക്കലും എളുപ്പമല്ല. അപ്പം അവിടെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ സെറ്റ് ഓഫ് ക്വാളിഫൈഡ് ആൾക്കാരാണ്. ഇൻഡസ്ട്രിയിൽ നിന്നും ബിഗ് ഫോർ കമ്പനികളിൽ നിന്നുമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള, ഇൻഡസ്ട്രി ശരിക്കും കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് വളരെ സീനിയർ പ്രൊഫഷണൽസാണ് നമ്മളുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രിയുടെ കൂടെ ചേർന്ന് നിന്ന് ഈ കരിക്കുലം ഉണ്ടാക്കുന്നതും. രണ്ട്, ഞാൻ പറഞ്ഞില്ലേ തിയറി ഇല്ല. അതായത് നമുക്കറിയാം കോളേജിൽ പോയിട്ട് ബോർഡിൽ എഴുതി പഠിപ്പിക്കണ അല്ലെങ്കിൽ ഡെസ്കും ബെഞ്ചും ഇരുത്തി പഠിപ്പിക്കണ പരിപാടി നമ്മൾ ചെയ്യുന്നതേ ഇല്ല. അതും പ്രതീക്ഷിച്ച് ആരും ഫിൻപ്രൂവിലേക്ക് വരണ്ട എന്ന് തന്നെ ഞങ്ങൾ ആദ്യം പറയാം. ഇവിടെ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഡേ 1 മുതൽ നിങ്ങൾ ഒരു കമ്പനിയിൽ ചെന്നാൽ എങ്ങനെയാണോ, കാര്യം അവിടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാൻ പോകുന്നത് കുറേ വൗച്ചറുകളും കുറേ ഇൻവോയ്സസും കുറേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും അല്ലേ. ഈ സാധനങ്ങളാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരാൻ പോകുന്നത്. ക്ലാസ് റൂമിൽ കണ്ടിട്ടേ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിച്ച കാര്യങ്ങളുടെ മേളിൽ എന്താണ് ബിൽഡ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ പഠിച്ച തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മേളിൽ പ്രാക്ടിക്കലായിട്ട് നിങ്ങളിനി എന്ത് ചെയ്ത് പഠിപ്പിക്കാം. അതാണ് ഫിൻപ്രൂവിൽ ഉള്ള ഡിഫറൻസ്. ഇവിടെ അതുപോലെ ഓരോ സാധനങ്ങൾ, ഇപ്പോൾ TDS റിട്ടേൺ ആവട്ടെ, GST റിട്ടേൺ ആവട്ടെ, ഇവിടെ നിങ്ങൾ സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ഫിൻപ്രൂവ് തന്നെ ഡെവലപ്പ് ചെയ്ത് ഫിൻപ്രൂവിൻ്റെ തന്നെ ഓൺ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നിങ്ങൾ ഓരോന്നും ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ പല പല കേസ് സ്റ്റഡി, പല പല സിറ്റുവേഷനിലെ ഫയലിങ്സ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നാളെ ഒരു കമ്പനിയിൽ ചെന്നിട്ട് റിയൽ ഫയലിംഗ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കൈ വിറയ്ക്കത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? സിമുലേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ലോഗിനൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇതായത് ഇവർക്ക് ഒരു ഗവൺമെൻറ് സൈറ്റിൽ എന്താണോ ചെയ്യുന്നത്, അതായത് ഇപ്പം PFൻ്റെ ആവട്ടെ, ESIയുടെ ആവട്ടെ, GSTയുടെ ആവട്ടെ, ഇനി UAE വാറ്റിൻ്റെ ആവട്ടെ, ഇതെല്ലാം ഗവൺമെൻറ് സൈറ്റുകളിൽ പോയി എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയുള്ള മോക്ക് സൈറ്റാണ് ഫിൻപ്രൂവ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ പല പല സിറ്റുവേഷൻസ്, പല പല കേസ് സ്റ്റഡീസ് യൂസ് ചെയ്തിട്ട് ഈ കുട്ടികൾക്ക് ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താ, നാളെ UAEയിലൊരു കമ്പനി, ദുബായിലൊരു കമ്പനിയിൽ പോയി ജോലിക്ക് കയറുമ്പോഴും ദുബായ് ഗവൺമെൻറ്റിൻ്റെ UAE വാറ്റ് സൈറ്റ് ആദ്യമായിട്ടായിരിക്കത്തില്ല ഈ കുട്ടി കാണുന്നത്. കാര്യം എന്തുകൊണ്ട്? പല പ്രാവശ്യം 10 പ്രാവശ്യം 10 സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് ആണ് ചെന്നിട്ട് ഈ ജോലിക്ക് ഇരിക്കുന്നത്. പേടിയുടെ ആവശ്യമില്ല, കാരണം ഒരു രീതിയിലും ഫെമിലർ ആണല്ലോ. ഒരു രീതിയിലും അപ്പോൾ അവർക്കൊരു പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ സിമുലേഷൻ്റെ കാര്യം പറഞ്ഞു, അത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കരിക്കുലം, എന്തൊക്കെ കാര്യങ്ങളാണ് ഫിൻപ്രൂവിൻ്റെ കരിക്കുലത്തിൽ ഫോക്കസ് ചെയ്യുന്നത്? ഫിൻപ്രൂവിൻ്റെ കരിക്കുലത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നാളെ ഈ കുട്ടി ഒരു കമ്പനിയിൽ പോയി ജോലിക്കിരിക്കുമ്പോൾ അവിടെ എന്താണോ നീഡ്, അതാണ് ഫിൻപ്രൂവിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് മുതൽ പലതരം സോഫ്റ്റ്വെയറുകൾ, അതിപ്പോൾ ടാലി ആവട്ടെ, സോഹോ ആവട്ടെ, SAP ആവട്ടെ, ഇതുപോലത്തെ സോഫ്റ്റ്വെയർ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആവട്ടെ, ERP ആവട്ടെ, ഇത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക പ്രാക്ടിക്കലായിട്ട്. അതിനുശേഷം GSTയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി, TDSൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി, പിന്നെ ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ ജോലിക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ UAE വാറ്റിൽ എന്താ ചെയ്യേണ്ടത്, അവിടുത്തെ കോർപ്പറേറ്റ് ടാക്സ് എന്താ ചെയ്യേണ്ടത്, ഇത് തുടങ്ങിയുള്ള അവർക്കറിയേണ്ട എല്ലാവിധ ടെക്നിക്കൽ സ്കിൽസും പഠിപ്പിക്കും. ഇനി ടെക്നിക്കൽ സ്കിൽസ് ഒരു വശത്ത്, നമ്മുടെ മലയാളി കുട്ടികൾക്ക് വരുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, എൻ്റെ തലയിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, ചെയ്യാനാണ് എല്ലാവർക്കും എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എനിക്ക് ചെന്നിട്ട് നന്നായിട്ട് ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് സംസാരിക്കാനോ പ്രസൻറ്റ് ചെയ്യാനോ അറിഞ്ഞുകൂടാ. കോൺഫിഡൻസ് ഇല്ല. നമ്മൾ പണ്ട് പറയത്തില്ല, ഈ പരീക്ഷയ്ക്ക് വരെ എനിക്കെല്ലാം അറിയാം, എക്സാം ഹോളിൽ കയറുന്ന വരെ കയറിയതോടുകൂടി ഞാൻ ബ്ലാങ്ക് ആയെന്ന് കേട്ടിട്ടില്ലേ. ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുന്നവരെ ഞാൻ പുലിയാണ്, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ വായിൽ നിന്നൊന്നും പുറത്തേക്ക് വരണം. കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് എങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഫിൻപ്രൂവിൽ നമ്മൾ ഒത്തിരി ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്യിപ്പിക്കും. അതായത് ഒരു റിയൽ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം എന്താണോ അവിടെ ചോദിക്കാൻ പോകുന്നത്, എങ്ങനെയാണോ അവർ നിങ്ങൾക്കൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, ആ സിറ്റുവേഷൻ നമ്മളിവിടെ മിമിക് ചെയ്യും. അങ്ങനെ 3, 4, 5 മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ എന്നാൽ നീ ചോദിക്കുക എന്നുള്ള സ്റ്റാൻഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവർക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് മാറിയും വന്നാലും കുഴപ്പമില്ല, എങ്ങനെ പിടിച്ചു നിൽക്കേണ്ടത് എന്തായിരിക്കും, ആ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. കാര്യം ഇവർ 10 പ്രാവശ്യം ചെയ്തിട്ടാണ് അവർ ചെല്ലുന്നത്, ആദ്യമായിട്ടല്ല. ഓക്കെ. പക്ഷെ അതുപോലെ തന്നെ ഈ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത സ്റ്റുഡൻസിന് ഭയങ്കര വലിയൊരു കൺസേൺ ആണ് എപ്പോഴും എംപ്ലോയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നു എന്നുള്ളത്. ഫ്രഷേഴ്സിന് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നു, പക്ഷേ ജോബ് കിട്ടാണ്ട് എങ്ങനെ എക്സ്പീരിയൻസിലേക്ക് എത്താൻ പറ്റുന്നതാണ് പലരുടെയും ഡൗട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഫിൻപ്രൂവിൻ്റെ ട്രെയിനിങ് അതിന് എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരിക്കും സ്റ്റുഡൻസിന്? അവിടെയാണ് ഫിൻപ്രൂവ് പോലെയുള്ള ഒരു കരിയർ ആക്സലറേറ്ററിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. കാര്യം ഒരു
ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു കുട്ടിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു ട്രെയിനി ആയിട്ട് കയറാം, ഒരു 1.5-2 വർഷം അവിടെ സ്പെൻഡ് ചെയ്യാം ചെറിയൊരു സ്റ്റൈപ്പനിൽ. അല്ലെങ്കിൽ ഫിൻപ്രൂവ് പോലെ ഉള്ള ഒരു കരിയർ ആക്സലറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ 2 വർഷത്തെ ലേണിംഗ് ആണ് നമ്മൾ ചുരുക്കി ഒരു 6 മാസം അല്ലെങ്കിൽ ഇത്ര മാസത്തിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഓക്കെ. അപ്പം അവിടെ ഒരു 2 വർഷം ഇരുന്നാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലേണിങ് പലതരം കേസ് സ്റ്റഡികളിൽ കൂടെ പലതരം സിറ്റുവേഷൻസിൽ കൂടെ ഇവരെ കൊണ്ടുപോയി നമ്മൾ പ്രാപ്തരാക്കുക. കാര്യം ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ട്രെയിനി ആയിട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഒരു 6 മാസം 8 മാസം 1 വർഷം ചിലപ്പോൾ ഒറ്റ പ്രോസസ്സ് മാനേജ് ചെയ്യാനായിരിക്കും ഇടുന്നത്. എന്നോട് അവർക്ക് ചിലപ്പോൾ അത് മാത്രമേ പഠിക്കാൻ പറ്റൂ. അത് മാത്രമേ പഠിക്കാൻ പറ്റൂ. ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താ, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ക്യാപ്സ്യൂൾ പരുവത്തിലാക്കിയിട്ട് ഒരു മാസം എന്നത്, ഒരു മാസം വേറൊരെണ്ണം, വേറൊരു മാസം, അപ്പോൾ 6 മാസം അല്ലെങ്കിൽ 9 മാസം കൊണ്ട് അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ആക്സിലറേറ്റർ ഉണ്ടെങ്കിൽ എംപ്ലോയീസും ഹാപ്പിയാണ്. കാര്യം എന്തുകൊണ്ട്, എൻ്റെ കമ്പനിയിൽ വന്നിട്ട് എൻ്റെ അക്കൗണ്ട്സ് വെച്ചിട്ട് ഇവർ ട്രയൽ ആൻഡ് എറർ ചെയ്യാൻ പോവുകയല്ല, ഈ കുട്ടി ഇത് കണ്ടിട്ടാണ് വരുന്നത് എന്നുള്ള കോൺഫിഡൻസ് ആ എംപ്ലോയറിനും വരും. ഓക്കെ. നമുക്ക് ഫിൻപ്രോയിൽ ഒരുപാട് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ട് അറിയാം. എങ്ങനെയാണ് നമ്മുടെ ഫിൻപ്രോയിലുള്ള പ്ലേസ്മെൻറ്റ് പ്രോസസ്സ് ഒന്ന് പറയാമോ? പ്ലേസ്മെൻറ്റ് പ്രോസസ്സ് ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കുട്ടിയുടെ സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, ഇൻ്റർവ്യൂ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഏറ്റവും അവസാനം വന്നിട്ട് ഞാനൊരു 5 ദിവസത്തെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ട് ഇങ്ങനെ പോയിട്ട് ഇൻ്റർവ്യൂവിന് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡേ 1 മുതൽ കരിക്കുലത്തിൻ്റെ പാർട്ടായിട്ട് നമ്മളിതിൽ ചെറിയ ചെറിയ പോർഷൻസ് ഇൻസേർട്ട് ചെയ്ത് വരും. അങ്ങനെ വരുമ്പം 6 മാസം കഴിയുമ്പം 9 മാസം കഴിയുമ്പോൾ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, എൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ ചെന്ന് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ഇനി ഫിൻപ്രൂവിന് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മീഡിയം സൈസ് കമ്പനികൾ മുതൽ MNCകൾ വരെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്നവർ, ഇവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർ, ഇവരുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയാം. അതാണ് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. ഫിൻപ്രോയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ സാർ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്ലേസ്മെൻറ്റിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാമോ? പലപ്പോഴും ഞാൻ ഇവരെ വീണ്ടും ഇവർ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ പോയി കാണുമ്പോൾ ഇവർ പലപ്പോഴും ഇവരുടെ വീട്ടിലേക്കുള്ള എന്താ പറയുന്നത് ഒരു അഡീഷണൽ ഇൻകമാണ്. കാര്യം ഇവരുടെ പേരൻസൊക്കെ റിട്ടയർഡായി അല്ലെങ്കിൽ ചെറിയ പെൻഷനൊക്കെ ജീവിക്കുമ്പോൾ ഇവർ വളരെ പ്രൗഡാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന ജോലി. പ്രത്യേകിച്ച് ഇവരെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു കമ്പനികളിൽ പലപ്പോഴും നമ്മൾക്ക് ഈ കുട്ടികളെ കൊണ്ട് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എത്തിക്കാൻ പറ്റുമ്പോഴത്തേക്കും അവരുടെ ആ ലൈഫിൻ്റെ ഔട്ട്ലുക്ക് തന്നെ മാറുക. കാര്യം അവരൊരു MNC എൻവയോൺമെൻറ്റ് ആദ്യമായിട്ട് കാണുക, അല്ല ബാംഗ്ലൂരിലൊരു ജോലി അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് ആദ്യമായിട്ട് കാണുക. അപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ഇൻകം, പേരൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫീല് ഇത് പലരും വന്ന് പറയാറുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്കും. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വൊക്കേഷണൽ അതുപോലെ സ്കിൽ ട്രെയിനിങ്ങിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായി ഇപ്പോൾ നമ്മൾ ഒരുപാട് ന്യൂസസിലൊക്കെ ആയിട്ട് വായിക്കുന്ന ഒരു കാര്യം. എല്ലാവർക്കും ഭയങ്കര കൺസേണുമാണ് ഇപ്പോൾ അത്. അപ്പോൾ സാറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷന് ഈ ഒരു NEP എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത്? സാറിന് എന്താ തോന്നുന്നത്? ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ഈ ഒരു ഗവൺമെൻറ് കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ മേഖലയിൽ കൊണ്ടുവന്ന ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണെന്ന് തന്നെ ഞാൻ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ഈ തിയറിറ്റിക്കൽ എഡ്യൂക്കേഷന് ആണ് ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നുമുണ്ട്. അപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാര്യം നമുക്കെല്ലാവർക്കും മനസ്സിലായി ഈ ഇറങ്ങുന്ന കുട്ടികളെ നാളത്തെ ജോബ്സിന് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എക്കോണമി ഗ്രോ ചെയ്യത്തുള്ളൂ, ഈ കുട്ടികൾക്ക് ഒരു ജോലി കിട്ടത്തുള്ളൂ. പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ് മനസ്സിലായി തുടങ്ങിയ ആളുകൾക്ക് അതാണ്. അത് മാത്രമല്ല ഇവർ പണ്ടൊക്കെ നമ്മളിപ്പം കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൊമേഴ്സ് മാത്രമേ പഠിക്കാൻ ഓപ്ഷനുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് എലക്റ്റീവായിട്ട് വേണമെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് എടുക്കാം. അത് വളരെ നിർബന്ധമല്ലേ. കാര്യം ഈ കുട്ടികൾ ഒത്തിരി പേരും ബിസിനസ് സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജോലി നന്നായിട്ട് ചെയ്യാൻ പറ്റൂ. ഇവർ ഒത്തിരി പേര് സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഇവർക്ക് ബേസിക് ഫിനാൻസും ഓണ്ടർപ്രണർഷിപ്പും അറിഞ്ഞാലല്ലേ ഇവർക്ക് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഡിഗ്രി കൊമേഴ്സ് എടുക്കുന്ന ഒരു കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റാ സയൻസ് എലക്റ്റീവായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ സ്ട്രീമിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടെ എക്രോസ് ഡൊമൈൻ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. വളരെ നല്ലൊരു കാര്യം കൂടി. ഉറപ്പായിട്ടും ഒരു സംശയവുമില്ല. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവരുമ്പോൾ ഫിൻപ്രോ അതുമായിട്ട് എത്രമാത്രം അലൈൻഡ് ആണ്? ഫിൻപ്രൂവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്കിൽ ബേസ്ഡ് പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കോർ തീമുമായിട്ട് അലൈൻഡ് ആണ്. ഇനി ഇത് കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ NEP ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ
ഫിൻബുറുവിനെ പോലെയുള്ള എഡ്യൂക്കേഷണൽ പ്രൊവൈഡേഴ്സ്, എഡ്ടെക് പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽപ്പ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേണ്ടി വരും. കാര്യം ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഈ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷനാണ് NEPയുടെ കോർ തീം എന്ന് പറയുന്നത്. അപ്പോൾ പല കോളേജുകളുമായിട്ടും പല യൂണിവേഴ്സിറ്റികളുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് നമ്മൾക്ക് ഈ പ്രോഗ്രാംസ് കൊടുത്ത് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. വളരെ മാസീവ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി അത്. കുറച്ചും കൂടെ അവർക്കും അപ്ഡേറ്റഡ് ആയിട്ട് പോകാനും പറ്റും, മാർക്കറ്റിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിന്. അക്കൗണ്ടിങ്ങിലൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആണ്. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ആ ഒരു നമ്മൾ വീഡിയോസൊക്കെ ഒരുപാട് കാണുന്നു. അക്കൗണ്ടിങ്ങിലും ആ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. AI വന്നു എന്ന് കരുതി അത് അക്കൗണ്ടൻസിനെ റീപ്ലേസ് ചെയ്യുന്ന സാറിന് തോന്നുന്നുണ്ടോ? ഇനി അങ്ങോട്ട് പോകുന്തോറും 2 തരത്തിലുള്ള അക്കൗണ്ടൻസെ കാണും. AI അറിയാവുന്ന അക്കൗണ്ടൻസും AI അറിയാത്ത അക്കൗണ്ടൻസും. അപ്പോൾ AI അറിയാവുന്ന അക്കൗണ്ടൻസ് AI അറിയാത്ത അക്കൗണ്ടൻസിനെ റീപ്ലേസ് ചെയ്യും. അല്ലാതെ AI അക്കൗണ്ടൻസിനെ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് ഈ AI-യുടെ ഒരു ഇമ്പാക്റ്റ് വരുന്നത്? അതായത് ഇതുവരെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ മേജർ ജോലി എന്ന് പറയുന്നത് എന്താ? ഡേറ്റ എൻട്രി, ബാങ്ക് റെക്കൺസീലിയേഷൻ, ഇൻവോയ്സിൻ്റെ ക്രിയേഷൻ, പ്രോസസ്സിങ്, ഇതൊക്കെ അല്ലേ. ഈ പണി മൊത്തം AI-യിലേക്ക് പോകും. കാര്യം ഡേറ്റ എൻട്രിക്ക് മാനുവൽ എഫേർട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. റെക്കൺസീലിയേഷൻ തന്നെത്താനെ നടക്കും. ഇൻവോയ്സ് പ്രോസസ്സിങ്ങും അത് അയക്കുന്നതും എല്ലാം AI ഹാൻഡിൽ ചെയ്യും. അപ്പോൾ പഠിച്ചിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്നാണോ? ഉറപ്പായിട്ടും. അപ്പം അങ്ങോട്ട് പോകുന്തോറും നമ്മൾക്ക് ജോബിൽ എന്താ പറയുക, ഗ്രോ ചെയ്യണം. ഈവൻ നിലനിൽക്കണമെങ്കിൽ പോലും AI അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. AI എന്ന് കേൾക്കുമ്പോഴേ ഒരു കൂട്ടം ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. അപ്പം എന്തുകൊണ്ടിത് ആളുകൾ ഇങ്ങനെ പേടിക്കുന്നു എന്നുള്ളതിന് സാർ എന്താ തോന്നിയിട്ടുള്ളത്? ഇത് പേടിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ നമ്മളെപ്പോഴും കേട്ടേക്കുന്നത് AI വരും, ജോബുകൾ പോകുമെന്നാണ്. നമ്മൾ പലപ്പോഴും ന്യൂസ് തുറന്നാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇഷ്ടംപോലെ ജോബ് ലോസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മൈക്രോസോഫ്റ്റിൽ നിന്ന് AI കാരണം 6000 പേര് പിരിച്ചു വിട്ടു എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഹൊറർ സ്റ്റോറീസ് നമ്മൾ കേൾക്കുന്നത്, അത് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അതെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സൈഡിലെ ജോബുകൾ പോകുമ്പോൾ വേറെ എവിടെയോ ജോബുകൾ പുതിയതായിട്ട് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. കാര്യം AIക്ക് പണിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇത് എവിടെയാണോ ജോബ് ക്രിയേറ്റ് ആവുന്നത് എന്നുകൂടെ നമ്മൾ വാച്ച് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ജോബാണ് പോകുന്നത്? റൊട്ടീനായിട്ടുള്ള, റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള, ബോറിംഗ് ആയിട്ടുള്ള ജോബ്സ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്തൊരു ഓപ്പർച്യൂണിറ്റി ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോബ്സ് ഇപ്പോഴും അവിടെയുണ്ട്. AI ഞാൻ നേരത്തെ പറഞ്ഞു, ഡേറ്റ എൻട്രി ചെയ്യും, ബാങ്ക് റെക്കൺസീലിയേഷൻ ചെയ്യും. ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ബുദ്ധിയുള്ള അക്കൗണ്ടൻസ് ആറുണ്ട്. എല്ലാവർക്കും താല്പര്യം എന്താ? അനാലിസിസ് ചെയ്യണം, ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യണം. അവിടേക്കാണ് അങ്ങോട്ട് പോകുന്തോറും ഒരു അക്കൗണ്ടൻറ്റിൻ്റെ, ഫിനാൻസ് പ്രൊഫഷണൽസിൻ്റെ സ്കിൽസ് പ്രൂവ് ചെയ്യേണ്ടത്. മറ്റത് പോയിക്കോട്ടെ, അത് ബോറിംഗ് ആയിട്ടുള്ള, ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ബോറടിച്ച് ഇങ്ങനെ മടുത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അത് AI ചെയ്തോട്ടെ. പക്ഷേ ഇപ്പുറത്ത് ഇൻ്റലിജൻ്റ് ആയിട്ട് ആ ബിസിനസ് ഓണറിനെ, മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യേണ്ട ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഇനി അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്തോറും ഒരു ബോർഡിൻ്റെ ഫ്രണ്ടിൽ ചെന്ന്, ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അക്കൗണ്ട്സ് പ്രസൻറ്റ് ചെയ്യാനോ MIS പ്രസൻറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ഈവൻ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ പല കാര്യങ്ങളും ഫിനാൻസിലിരിക്കുന്നവർക്കറിയാം. പല കാര്യങ്ങളും പല ഡിപ്പാർട്ട്മെൻറ്റുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം. അത് HR ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ, പർച്ചേസ് ആവട്ടെ, പ്രൊഡക്ഷൻ ആവട്ടെ, ഇവിടെ എല്ലാം ചെന്ന് കടന്ന് AI പറഞ്ഞ് ഇവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി പറഞ്ഞ് സമ്മതിപ്പിക്കത്തൊന്നുമില്ലല്ലോ. ഇതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് വീണ്ടും അവിടെ ഒരു ഹ്യൂമൻ എലമെൻ്റ് ഉണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നമ്മളുടെ സ്കിൽ സെറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് മൂവ് ചെയ്യാം. സാർ പറഞ്ഞതിൽ നിന്ന് നമ്മുടെ കരിയർ ഒരുപാട് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞു വരുന്നത്. കരിയർ ഇത് അറിയാവുന്നവർക്ക് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. കാര്യം വളരെ ഫാസ്റ്റായിട്ട് ഇപ്പം എക്സലിൽ തന്നെ മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ് വന്നപ്പോഴത്തേക്കും ശരിക്കും എക്സൽ ഇപ്പോൾ ഒരു AI ടൂളായി മാറി. പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയണം. അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്ക് വളരെ ഫാസ്റ്റായിട്ട് പല കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യാം. പക്ഷെ ഇപ്പോഴും ആൾക്കാർ എക്സലിൽ പോലും AI യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. എക്സൽ ഇപ്പോഴും പലരുടെയും ധാരണ 2-3 കൂടെ ഇട്ടിട്ട് ഇത് വലിച്ചിടുമ്പോഴത്തേക്ക് 5 വരുന്ന സാധനമാണ് എക്സൽ. പക്ഷെ ഇതിനപ്പുറത്തേക്ക് എക്സലിനൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഈ കേപ്പബിലിറ്റി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇതിലിരുന്ന് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ പറ്റൂ. ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഏതൊക്കെ ടൂൾസാണ് AI-യിൽ അവൈലബിൾ ആയിട്ട്? നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ? നിർബന്ധമായിട്ടും ഒരു അക്കൗണ്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും മേജർ ടൂൾ എന്ന് പറയുന്നത് എക്സൽ തന്നെയാണ്. പക്ഷേ എക്സൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ഫങ്ഷൻസ് അല്ല. ബേസിക് ഫങ്ഷൻസ് ആർക്കും ചെയ്യാം.
പക്ഷേ അതിനപ്പുറത്തേക്ക് എക്സലിന് തന്നെ അഡ്വാൻസ് ഫീച്ചേഴ്സും ഉണ്ട്, എക്സലിൻ്റെ AI ഫീച്ചേഴ്സും ഉണ്ട്. ഇനി എക്സൽ ഇപ്പം പവർ ബി ഐ ആയിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പവർ ബി ഐ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ഡേറ്റ അനാലിസിസ് ടൂളാണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാം, പാറ്റേൺസ് മനസ്സിലാക്കാം, ഡിസിഷൻ മേക്കിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സലും പവർ ബി ഐയും എല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു അങ്ങോട്ട് പോകും തോറും കരിയറിൽ ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, നല്ലൊരു എൻട്രി കരിയർ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സാർ പറഞ്ഞതിൽ ഡാറ്റ അനലിറ്റിക്സും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്കോപ്പ് എന്താണ്? ഡേറ്റ അനാലിസിസ് ഇനി അങ്ങോട്ട് പോകുന്തോറും ഏറ്റവും വലിയ സ്കോപ്പുള്ള ഒരു സാധനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ പറഞ്ഞു, റൊട്ടീനായിട്ടുള്ള ഡേറ്റ എൻട്രി എല്ലാം ഓട്ടോമേറ്റഡായി. പിന്നെ എന്താണ് ഒരു അക്കൗണ്ടന്റ് നല്ലൊരു ഫിനാൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ? ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് എടുക്കുവാണെങ്കിൽ ഡേ ടു ഡേ എന്തുമാത്രം ട്രാൻസാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഈ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഇൻഡിവിജ്വലി അനലൈസ് ചെയ്താൽ ചിലപ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടത്തില്ല. പക്ഷേ ഇത് അനലൈസ് ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റാണ് ഫാസ്റ്റ് മൂവിങ്, അത് ഏത് ടൈമിലാണ് ഫാസ്റ്റ് മൂവിങ്, എന്ത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അത് മേടിക്കുന്നത്, ഞാൻ എന്ത് ഓഫർ അയച്ചപ്പോഴാണ് ആൾക്കാർ കൂടുതൽ അതിന് റെസ്പോണ്ട് ചെയ്ത്, ഇഷ്ടം പോലെ ഡേറ്റ പാറ്റേൺസ് ഉണ്ട്. ഈ ഡേറ്റ പാറ്റേൺസ് മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഒരൊറ്റ എക്സാമ്പിൾ മാത്രമാണ്, അത് ഏത് ഇൻഡസ്ട്രിയിലും അപ്ലൈ ചെയ്യാം. പണ്ടെന്ന് പറയുന്നത് ഇത് വലിയ കോർപ്പറേഷൻസിലോ അല്ലെങ്കിൽ വലിയ MNCസിലോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിന് മുതൽ ഡേറ്റ അനാലിസിസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവർ ഡിസിഷൻ. വലിയൊരു കാര്യമാണ്, പലരുടെ ഒരു തെറ്റിദ്ധാരണയും കൂടിയാണ്. എല്ലാവരും പറയും ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ വലിയ വലിയ കമ്പനികൾക്ക് മാത്രമാണ് ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെയല്ലെന്നാണോ സാറ് പറയുന്നത്? അത് പണ്ടായിരുന്നു. പണ്ട് അവർക്ക് മാത്രമേ ഇതിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് മാത്രമേ അവയർനെസ് ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് മാത്രമേ ഇത്തരം ഡേറ്റ പോയിന്റുകൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതൊരു മീഡിയം ബിസിനസ്സിൽ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡേറ്റ പോയിന്റ്സ് ഉണ്ട്. HR നിന്നുള്ള ഡേറ്റ കയറി വരുന്നുണ്ട്, POS മെഷീൻസിൽ നിന്നുള്ള ഡേറ്റ കയറി വരുന്നുണ്ട്, പല സൈഡിൽ നിന്ന് ഡേറ്റ കയറി വരിക. അപ്പോൾ ഈ ഡേറ്റ ഒന്നും തന്നെത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. ഇതെല്ലാം എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് ഇത് ഒരുമിപ്പിച്ചാക്കി ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിപ്പിക്കുമ്പോൾ ഇതിലാണ് ഈ ഡേറ്റ പാറ്റേൺസ് എടുക്കുന്നത്. ഒരു ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ലെവലിൽ നിന്ന് ഒരു ആൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വളരെ സ്പീഡിൽ ആളുടെ കരിയറും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റ് ലെവലിൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നല്ലൊരു അവയർനെസ്സും ഒരു ബേസിക് ലെവൽ ഓഫ് അവയർനെസ്സും അങ്ങോട്ട് പോകുന്തോറും അവർക്ക് ഏത് സ്ട്രീമിലാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ടാക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാനായിരിക്കും താല്പര്യം, അദ്ദേഹം ടാക്സിൽ പയ്യെ സ്പെഷ്യലൈസ് ചെയ്ത് വരിക. വേറൊരാൾക്ക് ഇതേപോലെ ഡേറ്റ അനാലിസിസ് പോലെയുള്ള വേറൊരു എമർജിങ് ഫീൽഡിലായിരിക്കും താല്പര്യം, അതിൽ സ്പെഷ്യലൈസ് ചെയ്യുക. അപ്പോൾ എവിടെയാണോ സ്പെഷ്യലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ കൂടുതൽ പഠിക്കുക, അതിൽ നല്ല സർട്ടിഫിക്കേഷൻ എടുക്കേണ്ട കേസുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കുക. ഇങ്ങനെയാണ് കരിയറിൽ ഗ്രോ ചെയ്യാൻ പറ്റുക. ഇതിലൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ നമ്മളിത് അറിഞ്ഞിരുന്നാൽ മതിയോ? ഒരു ജൂനിയർ ലെവലിൽ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ആ എംപ്ലോയറിന് ഓൾറെഡി അപ്പോൾ നമുക്കൊരു ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ആവും. പക്ഷേ അതിനുശേഷം ഒരു കരിയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കരിയറിൽ കയറി പോകാനായിട്ട് സർട്ടിഫിക്കേഷൻസിനേക്കാളും കൂടുതൽ അവരുടെ സ്കിൽസിനാണ് വാല്യൂ. ഇപ്പോൾ പല എംപ്ലോയേഴ്സും സർട്ടിഫിക്കേഷൻസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവർ നോക്കുന്നത് എനിക്ക് വേണ്ട, എൻ്റെ ഓർഗനൈസേഷന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനുള്ള സ്കിൽസ് നിങ്ങൾക്കുണ്ടോ, പണി അറിയുമോ എന്ന് അറിഞ്ഞാൽ മതി, അതാണ്.